എന്താ ഒരു ഇളക്കൊക്കെ? എന്നാലും എൻ്റെ മോളൊരു കാര്യം ആലോചിച്ചിട്ട് എനിക്ക് വിഷമം. നോക്കെന്തേ? അവക്കൊരു കളിക്കൂട്ടുകാരൊക്കെ വേണ്ടടി. പിന്നെ നിങ്ങൾ ആദ്യം പണിക്ക് പോകാൻ നിൽക്കി. അതിപ്പോ ജോർജ് പണിക്ക് പോയിട്ടാ 3 കുട്ടികളുണ്ട്. എന്ത് രസാ വീട്ടിൽ കളിക്കുന്ന കുട്ടികൾ. അത്ര രസം മതി. ഒന്നേയുള്ള സമാധാനത്തിൽ നിൽക്കുമ്പോൾ അടുത്ത കുട്ടിക്ക് നിന്റെ അതേ സൗന്ദര്യം കിട്ടിയാ മതി. പിന്നെ എന്താണ് നീ ഇന്നാലും എന്ത് സുന്ദരിയാടി. നിന്നെ കാണാൻ എന്ത് രസം. എന്താണ് എന്ത് പോയാട്ടെ? എന്ത് രസാടി. സൗന്ദര്യ എന്താ ഞാൻ പെട്ടുപോയടാ. നീ വാ. സുശീലേ, എങ്ങോട്ടാ പോണ്? നീ വാ, ഞാൻ പറയട്ടെ. എങ്ങോട്ടാടങ്ങി എന്നെ വലിച്ചു കൊണ്ടോണേ? ഞാൻ പറയട്ടെ, നീ ഇവിടെ ഇരിക്കും. എന്താണ് എന്റെ പ്രശ്നം? എന്താണ്? ഞാൻ ട്രാപ്പിലായടാ. ഇത് പറയണെങ്കിൽ എന്നെ വിളിച്ച്. നീ ഇരിക്കും സുനീഷേ, പറയണ കേക്ക്. സുനീഷേ, നിനക്കറിയില്ല അമേരിക്കൻ പെണ്ണ് ക്ലീൻഡയാ? അവളും ഞാനൊരു ദുർബല നിമിഷത്തിൽ ഇഷ്ടത്തിലായി പോയടാ. അവക്ക് അവൾക്ക് 2 തുണിയില്ലാത്ത ഫോട്ടോ ഞാൻ അങ്ങോട്ട് അയച്ചു കൊടുത്തടാ. ഇപ്പൊ അവള് പറയാ 1,00,000 രൂപ കൊടുത്തില്ല ഈ ഫോട്ടോ മുഴുവനും ഫേസ്ബുക്കിലും വാട്സാപ്പിലും. നിനക്ക് എനിക്കാണെങ്കിൽ കാര്യം വരച്ചിട്ട് മേലെ ഞാൻ എങ്ങനെയാടാ മേരിയുടെ പിള്ളേരുടെ മുഖത്ത് നോക്കണേ? ആത്മഹത്യ ചെയ്യല്ലാതെ വേറെ വഴിയില്ല. ഇത് പേടിക്കണ്ടോ? ഒരുപാട് ആൾക്കാർ കുടിക്കണ അനുഭവത്തിന്റെ വെളിച്ചത്ത് പറയാണോ? അനുഭവത്തിന്റെ വെളിച്ചത്തിലാ? നീ ഇതാരോട് പറയാൻ നിൽക്കണ്ട. ഇതൊന്നും ഒരു പ്രശ്നമല്ലടോ. പിന്നെ എന്താ ചെയ്യാ? നീ ഫേസ്ബുക്കും വാട്സാപ്പും എല്ലാം ബ്ലോക്ക് ആക്കടാ. പ്രശ്നമൊന്നുമില്ല. ഒരു പ്രശ്നമില്ലടാ. സത്യമാണോ? സുനിഷേ, നീയാടാ ശരിയായി ചങ്ങായി. ഇത് ഞാൻ ഒരിക്കലും മറക്കൂല. എന്നാ ഞാൻ പോയി കിടന്നുറങ്ങട്ടെ. തന്തയ്ക്ക് 2 പറഞ്ഞിട്ട് വേണം. ജോർജ് പോലടാ, എന്നെ കൂട്ടടാ. ജോർജ്, ഹലോ ഗൈസ്, വെൽക്കം ടു എസ്ജി യൂട്യൂബ് ചാനൽ. ഞങ്ങൾ ഇപ്പോൾ പുയർത്താലുള്ളത് ഞാൻ സുനീഷ്, ഇത് ജോർജ്. ഹലോ ഗൈസ്, ഞാൻ ജോർജ്. ഇന്ന് ഈ പുഴയിലെ എല്ലാ മീനുകളെയും പിടിച്ച് നിങ്ങൾക്ക് വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. മതിടാ. ചേട്ടാ, സുനീഷേ, വേറൊരു പ്ലാൻ ഉണ്ട്. സദാശിവട്ടാ, എന്താന്നറിയില്ല, ഇന്നേ വരെ ലോട്ടറി അത് അടിക്കോ? ഹലോ, അല്ല അത് മാത്രല്ല, ഒരാൾക്ക് ഈ ഗ്രാമത്തിൽ ലോട്ടറി അടിച്ചാൽ എനിക്കറിയില്ല. ഹലോ ഹലോ, पुश करो दीदी, ट्राई करो. Look for the dilation. कोई बात नहीं दीदी, ट्राई करो. तू करना दीदी, push, कोई बात please, नहीं. you have to push. कैसे है दीदी, आराम से. हेलो हेलो, आवाज सुनाई नहीं दे रहा है. टेंशन मत करो. हेलो, सब ठीक होगा. हेलो, परेशान मत होना. हेलो, सब ठीक होगा. ബംഗാളി നിൽക്കണോ? ബംഗാളിയെ കണ്ടോ? എന്താ? ഞാൻ നിന്നോട്ട് പഴയ പ്ലാൻ പറഞ്ഞു. അറിയില്ല, പറഞ്ഞു. നമുക്കൊരു വീഡിയോ എടുക്കണമെങ്കിൽ ഞാൻ ഓടിപ്പോ ഈ ബംഗാളിയുടെ മൊബൈൽ തട്ടിപ്പറിക്കും. നീ അപ്പൊ അതിന്റെ വീഡിയോ എടുത്തോണം. ഞാൻ എന്നിട്ട് പുഴയിലെറിയ പോലെ കാണിക്കും. പക്ഷെ അറിയില്ല. എടാ, ഇപ്പോഴാണ് അങ്ങനൊരു വിവരമുള്ള ഐഡിയ പറഞ്ഞു. എന്നിട്ട് ഈ സാധനം ബംഗാളി ആയതുകൊണ്ട് ഹിന്ദിയിലും മലയാളത്തിലും ഒരേപോലെ റീച്ചാവും. സെറ്റല്ലേ ഐഡിയ? വേണ്ട, പൈസക്കല്ലേ, പിന്നെ വെറുതെ തരാൻ പറ്റുമോ? നീ ചായ പറഞ്ഞ ചോദ്യം കേട്ടായിരിക്കും ഹോം ഫ്രീ ആയിട്ട് തരാന്ന്. ഇത് അടിക്കൊന്നുമില്ല എന്ന് എനിക്കാണത്.
പ്രാങ്ക് വീഡിയോ എടുത്താ ചേട്ടാ. ചേട്ടാ പ്രാങ്ക് വീഡിയോ എടുത്താ. ഫോൺ വെള്ളത്ത് പോയോ? എടോ, നിങ്ങൾ രണ്ടും കൂടെ എന്താണ്ടാ ഈ നാട്ടില് രണ്ടിനെ ഞാൻ ചേച്ചിടാ. പ്രാങ്ക് വീഡിയോ എടുത്താന്ന് പറഞ്ഞില്ലേ? എന്തിനാണോ ഫോൺ വെള്ളത്തിലിട്ടേ? അതിനകത്ത് അവന്റെ ഫോട്ടോ വീഡിയോ ഒക്കെ വെള്ളത്തിൽ പോയാ ഈ 4 രൂപ രണ്ടെണ്ണം. നിങ്ങള് അറിയാതെ പറ്റിപ്പോയൊരു കയ്യബദ്ധം. അതിന് ഇത്രയൊന്നും വേണ്ടിയിരുന്നില്ല. എന്താക്കടാ ഇതിനുള്ള ഒരു പണി മെമ്പറിനും നാട്ടുകാർക്കും ജോർജ് സുനീഷ് തന്നിരിക്കും. ഡോറ, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? കക്കൂസിലേക്ക്. ഡോറ് തുറക്കു ഡോറ. ഡോറ, നമ്മൾ കക്കൂസിലെത്തി. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? കക്കൂസിലേക്ക്. കക്കൂസ്, വെള്ളം. എന്തത്? ഷട്ടി താഴെ വീണോ? അയ്യോ, ഒരാഴ്ച അലക്കാണ്ട് ഇടാനുള്ള ഇത് നിലത്ത് വീണ് ചളിയേറ്റാവോ? ഇവിടെ ഒന്നുമില്ലല്ലോ. ഇതെവിടെ പോയി? വവ്വാലേറ്റം കുത്തിക്കൊണ്ടോയോ? ഈ വവ്വാലിനൊക്കെ എന്തിനാ എന്റെ ഷട്ടി? ഞാൻ നമ്പൂരിനെ കളി കളിക്കാണ്ട് ഇതൊക്കെ വേഗം ഒരു ചായ അങ്ങ് എടുത്തൂട്. വാട്ട് എ റെയിനി ഡേ. ഒരു സിഗരറ്റ് അവിടുത്തെ ഇങ്ങോട്ടും കിട്ടോ. ഇവിടെ ഇട്. മെസ്സേജ് വല്ലത് ലവച്ചിനെ കൊടുക്കാം. ഈ അക്കർക്ക് പോകുന്നുണ്ടോ മനോജ്? ഇല്ല. പിന്നെ എവിടെ ആരും പോകണ്ടോ? ഇല്ല. പിന്നെന്തിനാ കൂക്ക് വെച്ചിട്ട് അയാളെങ്ങോട്ട് വിളിക്കുന്നത്? തോണിക്കാരൻ വെറുതെ തോണിയും കൊണ്ടിരിക്കുകയല്ലേ. ഇവിടെ വന്നേച്ചോട്ടെ. എങ്ങക്കെന്താ ചൊറിയോ? കുടിയന്മാരെ പറയിപ്പിക്കാനായിട്ട്. ഒരു ചായ. ചായ കുടി. ഒരു പണി നോക്കണോ? വീട്ടിൽ പോയിട്ട് കുടിക്കണോ? എടാ ശ്രീകുട്ടാ, ഈയും മാധവും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് പറയുന്നട്ടല്ല, സത്യാന്നാ? എന്റെ പൊന്നേച്ചി, അതൊക്കെ ചുമ്മാ പറയുന്ന. ഞാൻ അവർക്ക് ലിഫ്റ്റ് എടുത്തുള്ളത് ശരിയാ. നാട്ടുകാർ പറയുന്നല്ലേ. നാട്ടുകാരൊന്നും വെറുതെ ഒന്നും പറയില്ല മോനെ. ശ്രീകുട്ടനല്ലേ അത്? ശ്രീകുട്ടേട്ടാ, മാധുവായിട്ടെന്തോ ഡിങ്കോളിഫിക്കേഷൻ ആയിന്ന് പറഞ്ഞേ. ഒന്ന് പോടാ ഡിങ്കോളിഫിക്കേഷൻ. നോക്കുമ്പോ 50 ഞാൻ ഓക്കെ, രാഘവന്റെ അതേ നടത്താം. ഒരു 500 കൊടുക്കി. കഴിഞ്ഞ ദിവസം വീട്ടിൽ ഒന്ന് നിങ്ങളെ തല്ലിയായിരുന്നു. അതിന് പെട്ടെന്ന് കണ്ടപ്പോ ഒരു ക്ഷമ ചോദിക്കണമെന്ന് വിചാരിച്ചതാ. ക്ഷമിക്കണം.
പച്ചക്കറി മേടിക്കാനായിട്ട് ഇറങ്ങിയതല്ലേ? ആ പച്ച ഇവിടെ വെച്ച് കാണുമെന്ന് ഒട്ടും വിചാരിച്ചില്ല. എന്റെ രാഘവന്റെ മോനാ കേട്ടോ. നീ എന്റെ മോക്ക് വാട്സാപ്പിൽ കത്തുന്ന ലവ് ചിഹ്നം അയക്കുമല്ലോ. ഒരു പെണ്ണ് വന്ന് വണ്ടി കയറി അവിതാ പറയുന്ന നാട്ടുകാരും എന്നാ കൊല്ലണേ ഒരു ചായ എന്റെ മോനൊന്ന് കിട്ടിയോ? കിട്ടി.